ഹായ് നമസ്കാരം. ഈസി ടിപ്സ് ഫോർ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ ഒറ്റപ്പദങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് മാക്സിമം ഒറ്റപ്പദങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെയോ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തെ പോയിന്റ് നോക്കാം. പിതാവിൻ്റെ പിതാവ് പിതാമഹൻ എന്നറിയപ്പെടുന്നു. പിതാവിൻ്റെ മാതാവ് പിതാമഹി എന്നറിയപ്പെടുന്നു. അമ്മയുടെ മാതാവ് മാതാമഹി, അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അപ്പോൾ ഈ മഹന്മാരൊക്കെ പിതാവും മഹിമാരൊക്കെ മാതാവുമാണ് കേട്ടോ. കിട്ടുമല്ലോ. അടുത്തത് പുത്രൻ്റെ ഭാര്യ സ്നുഷ എന്നറിയപ്പെടും. പുത്രൻ്റെ ഭാര്യ സ്നുഷ. പുത്രൻ്റെ പുത്രൻ പൗത്രൻ. പുത്രൻ്റെ പുത്രൻ എങ്ങനെ അറിയപ്പെടുന്നു? പൗത്രൻ എന്നും അറിയപ്പെടുന്നു. പുത്രൻ്റെ പുത്രി പൗത്രിയും. ഓക്കെ, പൗത്രനും പൗത്രിയും. മകളുടെ ഭർത്താവ് ജാമാതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മകളുടെ ഭർത്താവ് ജാമാതാവ്. മകളുടെ മകൾ അറിയപ്പെടുന്നത് ദൗഹിത്രി എന്നും മകളുടെ മകൻ അറിയപ്പെടുന്നത് ദൗഹിത്രൻ എന്നുമാണ്. സഹോദരി ഭർത്താവ് അറിയപ്പെടുന്നത് ശ്യാലൻ. സ്റ്റൈലൻ അല്ലെങ്കിൽ എന്താ പറയുക, ശല്യക്കാരൻ എന്നൊക്കെ ആലോചിക്കാം. അപ്പോൾ സഹോദരൻ്റെ ഭർത്താവ് ശ്യാലൻ. സഹോദരിയുടെ മകൻ അറിയപ്പെടുന്നത് ഭാഗിനേയൻ എന്നാണ്. സഹോദരിയുടെ മകൻ ഭാഗിനേയൻ. സഹോദരിയുടെ മകൾ അറിയപ്പെടുന്നത് ഭാഗിനേയി എന്നും അറിയപ്പെടുന്നു. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് ശ്വശുരൻ എന്നാണ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് എങ്ങനെ അറിയപ്പെടുന്നത്? ശ്വശുരൻ. അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവ് അറിയപ്പെടുന്നത് ശ്വശ്രു എന്നാണ് കേട്ടോ. ഭാര്യ സഹോദരൻ അറിയപ്പെടുന്നത് ശ്വശുര്യൻ എന്നാണ്. ഭാര്യ സഹോദരൻ ശ്വശുര്യൻ. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പബഡിഷു എന്നും പഠിക്കാനുള്ള ആഗ്രഹത്തെ പബഡിഷ എന്നുമാണ് പറയുന്നത്. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ അറിയപ്പെടുന്നത് എങ്ങനെ? ജിഗീഷു എന്നാണ്. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു എന്നും കാണാൻ ആഗ്രഹിക്കുന്നവൻ എങ്ങനെ അറിയപ്പെടുന്നത്? ദിദൃക്ഷു എന്നാണ്. മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു എന്നും ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു. ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു എന്നറിയപ്പെടുന്നു. നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിനീഷു. വൻ എന്നുള്ളതൊക്കെ എന്താണ്? ഷുകളാണ് അല്ലേ? നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിനീഷു. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. കാണാനുള്ള ആഗ്രഹത്തെ ദിദൃക്ഷ എന്നാണ് അറിയപ്പെടുന്നത്. കാണാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ദിദൃക്ഷു എന്നും കാണാനുള്ള ആഗ്രഹത്തെ ദിദൃക്ഷ എന്നാണ് അറിയപ്പെടുന്നത്. പറയാനുള്ള ആഗ്രഹം വിവക്ഷ. അക്ഷരജ്ഞാനമില്ലാത്തവൻ നിരക്ഷരൻ. ദോഷം മാത്രം കാണുന്നവനാണ് ദോഷൈക ദൃക്ക് എന്നറിയപ്പെടുന്നത്. ദോഷം മാത്രം കാണുന്നവൻ അറിയപ്പെടുന്നത് ദോഷൈക ദൃക്ക് എന്ന പേരിലാണ്. ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയ സ്പാർക്ക് എന്നാണ്. ഹൃദയത്തെ സ്പർശിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹൃദയ സ്പാർക്കാണ്. പലതായിരിക്കുന്ന അവസ്ഥയാണ് നാനത്വം. പലതായിരിക്കുന്ന അവസ്ഥയെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? നാനത്വം എന്നാണ്. ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീയം എന്ന പേരിലും ആത്മീകം എന്ന പേരിലും അറിയപ്പെടുന്നു. ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം എന്നും ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം. വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഔൽപത്യം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ഇഹലോകത്തെ സംബന്ധിച്ചത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഐഹികം ആണ്. കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ. കർമ്മങ്ങളിൽ മുഴുകിയവൻ അറിയപ്പെടുന്നത് കർമ്മനിരതൻ. നടിയുടെ പുത്രൻ നാടേയൻ ആണ്. നടിയുടെ പുത്രൻ അറിയപ്പെടുന്നത് നാടേയൻ. പിന്നെ ദ്രോണരുടെ പുത്രൻ ദ്രൗണി. ദ്രോണരുടെ പുത്രൻ അറിയപ്പെടുന്നത് എങ്ങനെയാ? ദ്രൗണി. ഉത്തമ മനുഷ്യൻ്റെ പുത്രനാണ് ഇഷാൻ. ഇഷാൻ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ. നയം അറിയുന്നവൻ നയജ്ഞൻ. നയം അറിയുന്ന ആളെ എങ്ങനെയാ വിളിക്കുക? നയജ്ഞൻ. ഗാനം ചെയ്യാവുന്നതാണ് ഗേയം എന്ന പേരിൽ. പദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത്
പദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം എന്നാണ് കേട്ടോ. പദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം. സ്ത്രീകളെ ദുഷിക്കുന്നവൻ ദർശകൻ എന്നാണ്. സ്ത്രീകളെ ദുഷിക്കുന്നവൻ അറിയപ്പെടുന്നത് ഏത് പേരില? ദർശകൻ. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം. 89 എന്നത് എങ്ങനെ അറിയാം? നവശീതി എന്നാണ്. 89 അറിയപ്പെടുന്നത് നവശീതി. ദശരഥന്റെ പുത്രൻ ദാശരഥി. ദശരഥന്റെ പുത്രൻ അറിയപ്പെടുന്നത് ദാശരഥി. സുമിത്രയുടെ മകൻ സൗമിത്രി. സുമിത്രയുടെ മകൻ അറിയപ്പെടുന്നത് സൗമിത്രി എന്നാണ്. ഭീമന്റെ പുത്രൻ ഭൈമൻ. ഭീമന്റെ പുത്രി ഭൈമി. ഓക്കെ. സഹിക്കാൻ കഴിയുന്നത് സഹ്വം എന്നാണ്. സഹിക്കാൻ കഴിയുന്നത് സഹ്വം. അവസരത്തിന് യോജിച്ചത് എന്നത് കാലോചിതം. കാലോചിതം. അവസരത്തിന് യോജിച്ചത് കാലോചിതം. അപവാദം പറയുന്നവൻ പരിവാദകൻ എന്ന പേരിലാണ് കേട്ടോ. അപവാദം പറയുന്നവൻ അറിയപ്പെടുന്നത് എങ്ങനെയാ? പരിവാദകൻ. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എങ്ങനെ അറിയപ്പെടുന്നു? ഉത്കർഷിച്ചു. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉത്കർഷിച്ചു. ഊർജമുള്ളവൻ അറിയപ്പെടുന്നത് ഊർജസി. ഊർജമുള്ളവൻ എങ്ങനെ അറിയപ്പെടുന്നു? ഊർജസി. വളരെ ആവശ്യമുള്ളത് അത്യന്താപേക്ഷിതം. അത്യന്താപേക്ഷിതം എന്നാണ് വളരെ ആവശ്യമുള്ളത് അറിയപ്പെടുന്നത്. അടി മുതൽ മുടി വരെ എന്നത് അടിമുടി. ആശ നശിച്ചവൻ ഭഗ്നാശൻ എന്ന പേരിലാണ്. ആശ നശിച്ചവൻ അറിയപ്പെടുന്നത് ഭഗ്നാശൻ. കളങ്കമില്ലാത്തവൻ നിഷ്കളങ്കൻ. കളങ്കമില്ലാത്തവൻ അറിയപ്പെടുന്നത് നിഷ്കളങ്കൻ. നിയോഗിക്കുന്നവൻ നിയോക്താവ്. നിയോഗിക്കുന്നവൻ അറിയപ്പെടുന്നത് നിയോക്താവ്. പറയുന്ന ആള് വക്താവ്. പറയുന്ന ആളെ എങ്ങനെയാ അറിയുന്നത്? വക്താവ്. കാണുന്ന ആള് പ്രേക്ഷകൻ. പ്രേക്ഷകൻ. കാണുന്ന ആള് പ്രേക്ഷകൻ. കേൾക്കുന്ന ആള് ശ്രോതാവ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. വേദം അഭ്യസിച്ചവൻ അറിയപ്പെടുന്നത് വൈദികൻ. വേദം അഭ്യസിച്ചവനെ അറിയപ്പെടുന്നത് വൈദികൻ എന്ന പേരിൽ. മുനിയുടെ ഭാവം മൗനം. മരിക്കാറായ അവസ്ഥയാണ് പശ്ചിമാവസ്ഥ അല്ലേ? പശ്ചിമം എന്ന് വെച്ചാൽ പടിഞ്ഞാറ്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുകയാണ് അല്ലേ? നമ്മുടെ ജീവൻ അസ്തമിക്കുന്നു എന്നുപോലെയാണ് മരിക്കാറായ അവസ്ഥ പശ്ചിമാവസ്ഥ. പശ്ചിമാവസ്ഥ. ഓക്കെ. അതിയായ ആഗ്രഹം അത്യാഗ്രഹമാണ്. 12 വർഷക്കാലം അറിയപ്പെടുന്നത് വ്യാഴവട്ടം. 12 വർഷക്കാലം അറിയപ്പെടുന്നത് വ്യാഴവട്ടം. ജീവനിൽ കൊതിയുള്ളവൻ പ്രിയാസു. എന്താണ്? ജീവനിൽ കൊതിയുള്ളവൻ അറിയപ്പെടുന്നത് പ്രിയാസു. എന്നെന്നും നിലനിൽക്കുന്നത് ശാശ്വതം. ശാശ്വതമായത് അല്ലേ? എന്നെന്നും നിലനിൽക്കുന്നത് ശാശ്വതം. ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് ഏകത്വം. ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികമാണ്. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. ഓക്കെ. നിന്ദയോട് കൂടിയവൻ അറിയപ്പെടുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റപ്പദം അവഗീതൻ. നിന്ദയോട് കൂടിയവൻ എന്നത് അവഗീതൻ എന്നാണ്. ജനങ്ങളെ സംബന്ധിച്ചതിൻ്റെ ഒറ്റപ്പദം ജനകീയം. ജനങ്ങളെ സംബന്ധിച്ചത് എന്നത് ജനകീയം. ഇതിഹാസത്തെ സംബന്ധിച്ചത് ഐതിഹാസികം. ഇതിഹാസത്തെ സംബന്ധിച്ചത് ഐതിഹാസികം. വിദേശത്തെ സംബന്ധിച്ചത് വൈദേശികം. ദേശത്തെ സംബന്ധിച്ചത് ദേശീയം എന്നാണ്. ഭൂമിയെ സംബന്ധിച്ചതാണെങ്കിൽ ഭൗമം എന്നാണ്. പ്രപഞ്ചത്തെ സംബന്ധിച്ചത് പ്രാപഞ്ചികം. പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം. പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം. രാഷ്ട്രത്തെ സംബന്ധിച്ചതാണെങ്കിൽ രാഷ്ട്രീയമാണ്. ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം. പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം. അപ്പോൾ പുരാണത്തെ സംബന്ധിച്ചത് എങ്ങനെയാണ്? പൗരാണികം. സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം. പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. ഓക്കെ. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി എന്നാണ്. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുന്നവൻ അറിയപ്പെടുന്നത് എങ്ങനെയാ? ദീർഘദർശി എന്നാണ്. പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് പ്രായോഗികം. പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നതിൻ്റെ ഒറ്റപ്പദം പ്രായോഗികം എന്നാണ്. എന്തും സഹിക്കാനുള്ള ശക്തി ആണ്
സഹനശക്തി. എന്തും സഹിക്കാനുള്ള ശക്തി അറിയപ്പെടുന്നത് സഹനശക്തി എന്നാണ്. ഈശ്വരൻ ഇല്ലെന്ന് വാദിക്കുന്നവൻ നിരീശ്വരവാദി. ഈശ്വരൻ ഇല്ലെന്ന് വാദിക്കുന്നവൻ എങ്ങനെ അറിയപ്പെടുന്നത്? നിരീശ്വരവാദി. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അതിൻ്റെ ഒറ്റപ്പദം ബുഭുക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. അന്നം മാത്രം ആഗ്രഹിക്കുന്നവൻ അന്നായു. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദിപ്സു എന്നാണ്. നോക്കൂ, വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഏത് പേരിൽ അറിയപ്പെടുന്ന? ദിപ്സു. അക്ഷരജ്ഞാനമില്ലാത്തയാൾ ഒപ്പിന് പകരമിടുന്ന അടയാളം കയ്യൊപ്പില്ലേ, കൈക്കീറ് എന്നറിയപ്പെടുന്നു കേട്ടോ. അക്ഷരജ്ഞാനമില്ലാത്തയാൾ ഒപ്പിന് പകരമിടുന്ന കൈ അടയാളത്തെ എങ്ങനെ അറിയപ്പെടുന്നത്? കൈക്കീറ് എന്നാണ്. സഹായത്തിന് ആരുമില്ലാത്തവനാണ് നിസ്സഹായൻ. അന്യനു ചെയ്തു കൊടുക്കുന്ന ഉപകാരമാണ് പരോപകാരം. അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരമാണ് പരോപകാരം. അപേക്ഷിക്കാൻ കഴിയാത്തതാണ് അനുപേക്ഷണീയം. അപേക്ഷിക്കാൻ കഴിയാത്തതാണ് അനുപേക്ഷണീയം. ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ അറിയപ്പെടുന്നത് സമകാലികർ എന്നാണ്. സമകാലികർ എന്നറിയപ്പെടുന്നത് ഒരേ കാലത്ത് ജീവിക്കുന്നവരെയാണ് കേട്ടോ. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ തിതിർഷു ആണ്. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ തിതിർഷു. സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം അല്ലേ. സ്മാരകം, അവരുടെ ഓർമ്മയ്ക്ക്, സ്മരണയ്ക്കായിട്ട് സ്മാരകം. ഓക്കെ. നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് അനിയന്ത്രിതം. നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് അനിയന്ത്രിതം. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ് പൂർവ്വസ്മരണ. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ് പൂർവ്വസ്മരണ. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇത്രയും പോയിൻറ്റ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്, ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. ഓക്കെ, താങ്ക് യു.